നമസ്കാരം, സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ADGPക്കെതിരായ അന്വേഷണം ആര് വിചാരിച്ചാലും അട്ടിമറിക്കാൻ കഴിയില്ലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ ഒരു കോൺഗ്രസ് MP BJPക്ക് പോകുന്നു എന്ന വാർത്ത ഗൗരവമായി കാണണമെന്നും MV ഗോവിന്ദൻ. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ജീവിതശൈലിയെ തിരിച്ചുപിടിക്കേണ്ടതുണ്ടെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. ജീവിത സമ്പാദ്യത്തിലെ ഏറിയ പങ്കും ചികിത്സാ ചെലവിന് നൽകുന്ന ഈ കാലത്ത് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണമെന്നും K ബിനുമോൾ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട SDPIയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. അഴിമതി നിറഞ്ഞ ഘടകകക്ഷികൾക്ക് പോലും വിശ്വാസമില്ലാത്ത വ്യക്തിയായി മുഖ്യമന്ത്രി മാറിയെന്നും SDPI. വാർത്തകൾ വിശദമായി. ADGPക്കെതിരായ അന്വേഷണം ആര് വിചാരിച്ചാലും അട്ടിമറിക്കാൻ കഴിയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലുടനീളമുള്ള നിലവിലുള്ള MPമാരിലും MLAമാരിലും ഒരു നല്ല ശതമാനം ആളുകൾ കോൺഗ്രസ്സുകാരാണ്, പഴയ കോൺഗ്രസ്സുകാരാണ് എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരളത്തിൽ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും അതുപോലെ തന്നെ മുമ്പ് നിയമം നിയോജക മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റാണ് മറ്റു നടത്തുമ്പോഴാണ് 2 BJP MLAമാർ അല്ലെങ്കിൽ BJP MLAയും BJP MPയും നൽകിയത് BJPയുടെ പഠനത്തിൽ വളരെ ഫലപ്രദമായി സഹായം നൽകി കൊടുത്ത് കോൺഗ്രസ്സാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനത്തെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വിജയത്തിൻ്റെ പിന്നിൽ 86,000 വോട്ട് BJPക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിൻ്റെ നൽകി. കേരളത്തിലെ ഒരു കോൺഗ്രസ് MP BJPക്ക് പോകുന്നു എന്ന വാർത്ത ഗൗരവമായി കാണണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവറിന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദമുണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ജീവിതശൈലിയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. ആയുർവേദ ആശുപത്രിയുമായി ചേർന്ന ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമുക്ക് വരുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ആശുപത്രിയിലൊക്കെ പോകുന്ന ആളുകളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നിയിട്ടുള്ളത് പാലക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയാണെങ്കിലും ഹോമിയോ ഹോസ്പിറ്റലാണെങ്കിലും ജില്ലാ ആശുപത്രിയും WHC ആണെങ്കിലും വളരെ കൂടുതലല്ല. ആളുകളുടെ എണ്ണത്തിൽ വളരെ ജീവിത സമ്പാദ്യത്തിലെ ഏറിയ പങ്കും ചികിത്സാ ചെലവിന് നൽകുന്ന ഈ കാലത്ത് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണമെന്നും K ബിനുമോൾ പറഞ്ഞു. ഡോക്ടർ ജയകൃഷ്ണൻ അധ്യക്ഷനായി. പരമേശ്വരൻ, പീറ്റർ മാസ്റ്റർ, ഏലിയമ്മ ടീച്ചർ, ഡോക്ടർ ഹേമ, ജിനേഷ് എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട SDPIയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ഘടകകക്ഷികൾക്ക് പോലും വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. മാർച്ച് SDPI പ്രവർത്തക സമിതി അംഗം മുസ്തഫ പാലേരി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 8 വർഷത്തോളമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ, അതല്ലെങ്കിൽ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ കൂടി ചുമതല വഹിക്കുന്ന സഖാവ് പിണറായി വിജയൻ ആഭ്യന്തരത്തിന്റെ ചുമതല ഒഴിയണമെന്ന് വളരെ കൃത്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയനായ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം അധ്യക്ഷനായി. KT അലവി, ഷെരീഫ് പട്ടാമ്പി, ബഷീർ കൊപ്പം എന്നിവർ സംസാരിച്ചു. ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. ഓണത്തപ്പനെ നിർമ്മിക്കലും വിൽപ്പനയും തകൃതി. ഓണമെത്തിയാൽ പൂക്കളം ഒരുങ്ങും. എന്നാൽ പൂക്കളം ഒരുക്കുമ്പോൾ ഓണത്തപ്പനെയും ഒരുക്കണം. കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന മാദേവരെ കരവിരുതിൽ തയ്യാറാക്കുന്നതിനും ഉണ്ട് പ്രത്യേകതകൾ. ചിങ്ങം പിറക്കുന്നതിന് മുൻപേ മാദേവരെ നിർമ്മിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങും. ആദ്യം കളിമണ്ണ് കുഴച്ച് പരുവപ്പെടുത്തണം. പിന്നെ ദീർഘചതുരാകൃതിയിൽ മുകൾ ഭാഗം കുറഞ്ഞു വരുന്ന തരത്തിലാണ് മാവേലിയെ ഒരുക്കുക. കരവിരുതിൽ കൃത്യമായ അളവ് പ്രകാരം കളിമണ്ണിൽ മാദേവർ രൂപമെത്തിയാൽ പിന്നെ അതിൽ ഡിസൈൻ തയ്യാറാക്കും. പിന്നീട് തുളയിടുകയും ചെയ്യും. മാവേലി വയ്ക്കുമ്പോൾ പൂ കുത്തിവെക്കുന്നതിനാണ് ഈ സുഷിരങ്ങൾ. അവസാന വട്ടം കളറിംഗ് ആണ്. ഇതിനായി ചെമ്മണ്ണും ചില കൃത്രിമ നിറങ്ങളും പതിവുണ്ട്.
എല്ലാം കഴിഞ്ഞാൽ നല്ല വെയിലിൽ 3 ദിവസം നല്ലപോലെ ഉണക്കിയെടുത്താൽ മാദേവർ റെഡി. പിന്നീട് മാർക്കറ്റിലെത്തിയാൽ ആവശ്യക്കാരേറെയാണ്. അടുത്ത കാലത്തായി കൃത്രിമ വർണ്ണപ്പൂക്കളും ലഭിക്കും. 250 രൂപ മുതലാണ് മാദേവർ സെറ്റ് വില. ഒരു വലുതും 2 ചെറുതുമാണ് കണക്ക്. ഇങ്ങനെയൊക്കെയാണെങ്കിലും പുതുതലമുറയിൽപ്പെട്ടവർ നിർമ്മാണ പ്രവർത്തികളിലൊന്നും ഇല്ലെന്നാണ് വടക്കഞ്ചേരി കുന്നേങ്കാട് സ്വദേശിയും കളിമൺപാത്ര നിർമ്മാണ പ്രവർത്തികൾ ചെയ്യുന്നയാളുമായ കൃഷ്ണൻ പറഞ്ഞത്. ആവശ്യത്തിന് കളിമണ്ണ് ലഭ്യമാവാത്തതും ഇത്തരം നിർമ്മാണത്തെ ബാധിക്കുന്നുണ്ടെന്നും കൃഷ്ണൻ പറഞ്ഞു. 2-3 മാസത്തിന് മുമ്പ് മുപ്പാട് പണിത് വെച്ചാലോ നമുക്ക് ഈ സമയത്തിൽ എടുക്കാൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് മാവേലി പെട്ടെന്ന് ആവില്ല. പെട്ടെന്നാകും, അതേമാതിരി ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് മണ്ണ് നമ്മൾ ഇതൊക്കെ സേവിച്ചിട്ടാണ് നമ്മളൊക്കെ പണിത് റെഡിയാക്കി വെക്കുക. അപ്പോൾ ചിലർ മാത്രം വാങ്ങുള്ളൂ, ചിലവർ വാങ്ങില്ല. കാരണം പണ്ടത്തെമാരും എല്ലാ വെക്കുന്നവർ മാത്രമേ ഇപ്പോൾ വെക്കണുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളാണ്. പല എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് സഹായിച്ച് കുറച്ച് പണിത് വയ്ക്കും. അപ്പോൾ പണിത് വെച്ചാൽ 1-2-3 പണിത് വയ്ക്കും. എന്നിട്ട് ആവശ്യമുള്ളവർ വാങ്ങിയിട്ട് ബാക്കി ഉള്ളത് അവിടെ എടുത്ത് വയ്ക്കും. അപ്പോൾ അടുത്ത വല്ല ആരെങ്കിലും വരുമ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് ഉണ്ടാക്കി വെക്കുകയില്ല. കാരണം വെച്ചാൽ നമ്മൾ ചിലവുമില്ല. ഓണത്തിന് മാത്രമേ ഇത് ചിലവുണ്ടാവുകയുള്ളൂ. മറ്റു വാർത്തകളിലേക്ക്. കാവശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രവും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. സാന്ത്വന പരിചരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷ ഗിരിജാരാജൻ അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കൃഷ്ണകുമാർ, മെഡിക്കൽ ഓഫീസർ വീനസ് വിജയൻ, വീന ഗോപി, ഗോപൻ, സുജാത, ഗിരിജ, ആശാപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. തരൂർ ആയുർവേദ ആശുപത്രിയും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഴമ്പാലക്കോട് ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി ടീച്ചർ നിർവഹിച്ചു. മുതിർന്ന പൗരന്മാരുൾപ്പെടെ 100-ലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. NSS സ്കൂൾ ഓഫ് നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പുതിയ അംഗീകാരങ്ങൾ ലഭിച്ചതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UGC അംഗീകരിച്ച മീററ്റിലെ സ്വാമി വിവേകാനന്ദ സുബ്രതി യൂണിവേഴ്സിറ്റിയുടെ 3 വർഷത്തെ ബിവോക് കോഴ്സ് നടത്താൻ അംഗീകാരം ലഭിച്ചു. കൂടാതെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ISO അംഗീകാരവും ലഭിച്ചതായും അധികൃതർ പറഞ്ഞു. മാനേജിംഗ് ഡയറക്ടർ S സുനിത, പ്രിൻസിപ്പാൾ R ശിവദാസൻ, R ജഗദീശൻ, N ധനലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനോടനുബന്ധിച്ച് ഞാനിത് സത്യം പറഞ്ഞാൽ ഈ ഒരു ബിവോക് കോഴ്സിന് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി. അപ്പോൾ നമ്മുടെ അവർ ഇങ്ങോട്ട് വരികയും ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുറേ പ്രോജക്റ്റ് വർക്ക്സ് ഒക്കെ അവർക്ക് നൽകിയ ശേഷമാണ്. കുറച്ച് ലേറ്റായി. ആക്ച്വലി ഇത് ജൂണിൽ വരേണ്ട ഒരു അംഗീകാരമാണ്. പക്ഷെ നെവർ ലേറ്റ്, ബെറ്റർ ദാൻ ലേറ്റ് എന്ന് പറയുന്ന പോലെ ഇപ്പോഴെങ്കിലും കിട്ടിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ സ്വാമി വിവേകാനന്ദ സുഭാരതി യൂണിവേഴ്സിറ്റിയാണ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് മീററ്റിലാണ് ഉള്ളത്, ഉത്തർപ്രദേശ്. അപ്പം നമുക്ക് ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇതിൻ്റെ അണ്ടറിൽ, വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ടും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ 3 years വൊക്കേഷണൽ കോഴ്സസ് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, 3 years course in degree course in medical laboratory technology course and 3-year degree course in operation theatre technology course ഉണ്ട്. പുതുക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. പുതുക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓണച്ചന്ത PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് KN സുകുമാരൻ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് I ഹസീന, വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർ അനിൽകുമാർ, MK ചന്ദ്രൻ, VA നിലാവർണീസ, C രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ADGPക്കെതിരായ അന്വേഷണം ആര് വിചാരിച്ചാലും അട്ടിമറിക്കാൻ കഴിയില്ലെന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ ഒരു കോൺഗ്രസ് MP BJPക്ക് പോകുന്നു എന്ന വാർത്ത ഗൗരവമായി കാണണമെന്നും MV ഗോവിന്ദൻ. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന ജീവിതശൈലിയെ തിരിച്ചുപിടിക്കേണ്ടതുണ്ടെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. ജീവിത സമ്പാദ്യത്തിലെ ഏറിയ പങ്കും ചികിത്സാ ചെലവിന് നൽകുന്ന ഈ കാലത്ത് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണമെന്നും K ബിനുമോൾ. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട SDPIയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. അഴിമതി നിറഞ്ഞ ഘടകകക്ഷികൾക്ക് പോലും വിശ്വാസമില്ലാത്ത വ്യക്തിയായി മുഖ്യമന്ത്രി മാറിയെന്നും SDPI. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.